ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ ടെക്സ്റ്റ് ടു കോളം എന്നത് എന്താണെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ കുറച്ച് വേർഡുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് ടു കോളം യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ നമ്മുടെ വേർഡ് അടങ്ങിയിട്ടുള്ള എല്ലാ കോളങ്ങളും ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡാറ്റ എന്നതിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് ടു കോളം എന്നത്. അത് ക്ലിക്ക് ചെയ്യുന്നത് പോലെ അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഷോർട്ട് കീ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാ കോളങ്ങളും ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം Alt+A+E എന്നത് ക്ലിക്ക് ചെയ്യുന്നു. Alt+A+E. ഇപ്പോൾ നേരത്തെ വന്നതുപോലെ വിൻഡോ ഓപ്പൺ ആയി വന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഫിക്സ്ഡ് വിഡ്ത്ത്, ഡെലിമിറ്റഡ് എന്നത്. ഞാൻ ഫസ്റ്റ് ഡെലിമിറ്റഡ് എന്നത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എവിടെയെല്ലാമാണ് കോളംസ് വരേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ടെക്സ്റ്റിൽ സെമി കോളൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സെമി കോളൻ ടിക്ക് ചെയ്യാം, കോമ അടങ്ങിയിട്ടുണ്ടെങ്കിൽ കോമ ടിക്ക് ചെയ്യാം. ഇനി സ്പേസ്, ഓരോ വേർഡ് കഴിഞ്ഞും സ്പേസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതും ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ സ്പേസ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ സ്പേസ് അടങ്ങിയ ഭാഗത്തും ഇതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു, ഫിനിഷ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എവിടെയെല്ലാമായിരുന്നു സ്പേസ് ഉണ്ടായിരുന്നത് അവിടെയെല്ലാം ഇതുപോലെ അത് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു, വേറെ വേറെ കോളമായി സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു. ഞാൻ Ctrl+Z അടിക്കുന്നു. ഇനി വീണ്ടും ഞാൻ ടെക്സ്റ്റ് ടു കോളമിലേക്ക് വരുന്നു. ഇനി നമുക്ക് ഫിക്സ്ഡ് വിഡ്ത്ത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഫിക്സ്ഡ് വിഡ്ത്ത് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആരോ ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ മൂവ് ചെയ്ത് വെക്കാം. ഞാൻ ഒന്ന് ഇവിടെ വെക്കുന്നു, അതേപോലെ വേറെ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇവിടെ വെക്കുന്നു. നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇതുപോലെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് കൊടുക്കുന്നു, ഫിനിഷ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയും ഇതുപോലെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടെക്സ്റ്റ് ടു കോളം സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.